നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എന്താണ് അനോറെക്സിയ നെർവോസ എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഗുരുതരമായിട്ടുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡറും മാനസികാരോഗ്യ പ്രശ്നവുമാണ് അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നമുള്ളവർക്ക് അമിതവണ്ണം വയ്ക്കാതിരിക്കാനായിട്ട് അവർ ഭക്ഷണം തീരെ കുറയ്ക്കുകയും അമിതമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുകയും ഈവൻ പട്ടിണി കിടക്കാൻ പോലും അവർക്ക് മടിയില്ലാത്തൊരവസ്ഥ വരികയും ചെയ്യും. അല്ലെങ്കിൽ അവർ കഴിച്ച ഭക്ഷണം വൊമിറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കും. ഇത്തരത്തിലൊക്കെ ചെയ്യുന്നതാണ് അനോറെക്സിയ നെർവോസ എന്ന് പറയുന്നത്. ഈവൻ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ പോലും അവർ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പട്ടിണി കിടക്കും, അല്ലെങ്കിൽ ഭക്ഷണം പരമാവധി ഒഴിവാക്കും, അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് വഴി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. മസിൽ വീക്ക്നെസ്, ബോൺ സ്ട്രെങ്ത് കുറയുക, ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകൾ വരിക, അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറവ്, അതുപോലെ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നം വരുന്നത് എന്ന് പറയുന്നത്, കൂടുതലായിട്ടും ഫാമിലി ഹിസ്റ്ററി, ഇത്തരത്തിൽ ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ഫാമിലി ഹിസ്റ്ററിയിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരാം. അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബോഡി ഷേമിങ്, അല്ലെങ്കിൽ ലുക്ക് വൈസോ അല്ലെങ്കിൽ ആകൃതിയിലോ ഒക്കെ എന്തെങ്കിലും കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ളവർക്കും ഇത്തരം മാനസിക പ്രശ്നം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ പൊതുവെ അമിതമായിട്ട് ആങ്സൈറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ തീരെ ഉറക്കമില്ലാത്തവർക്ക് ഒക്കെ അനോറെക്സിയ നെർവോസ പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തീർച്ചയായും അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ഈവൻ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക.